എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വീണ്ടും കുർബാന തർക്കം. എറണാകുളം ബസലിക്കയിൽ വിശ്വാസികൾ തമ്മിൽ തർക്കവും സംഘർഷവും ഉണ്ടായി. അതിരൂപത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബിഷപ്പ് ഹൌസിനുള്ളിൽ നടത്തുന്ന പ്രതിഷേധ പ്രാർത്ഥനയ്ക്കിടെയാണ് സംഘർഷമുണ്ടായത്. നിരവധി കേസുകളിൽ ഉൾപ്പെട്ട കുരിയ അംഗങ്ങളെ രൂപതാ ഭരണസമിതിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് വൈദികരുടെ പ്രതിഷേധം. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. ബിഷപ്പ് ഹൗസിനുള്ളിലാണ് ഈ പ്രകടനങ്ങളൊക്കെ പ്രേക്ഷകർ കാണുന്നത്. വിശ്വാസി സമൂഹം പരസ്പരം തിരിഞ്ഞടിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എറണാകുളം ബസലിക്കയിലാണ് വിശ്വാസികൾ തമ്മിലുള്ള തർക്കവും സംഘർഷത്തിന്റെയും ദൃശ്യങ്ങളുള്ളത്. ആകെ വിശ്വാസി സമൂഹത്തിന് നാണക്കേടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ബിഷപ്പ് ഹൗസിനുള്ളിൽ നടത്തുന്ന പ്രതിഷേധ പ്രാർത്ഥനയ്ക്കിടയിലാണ് സംഘർഷമുണ്ടായത്. നിരവധി കേസുകളിൽ ഉൾപ്പെട്ട കുരിയ അംഗങ്ങളെ രൂപതയുടെ ഭരണസമിതിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് ആ പ്രതിഷേധം നടന്നത്. വലിയ സ്റ്റാൻഡുകൾ ഉപയോഗിച്ച് മർദ്ദിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സ്ത്രീകൾ പുരുഷന്മാരെയും പുരുഷന്മാർ സ്ത്രീകളെയും ഒക്കെ ഇട്ടിട്ട് ഓടിക്കുന്ന ദൃശ്യങ്ങളുമൊക്കെ ഇതിലുണ്ട്. ഇപ്പോൾ കയ്യിൽ കരുതിയിരിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് പരസ്പരം ആക്രമിക്കുന്നുണ്ട്. ഇന്നലെ കൈവിട്ടുപോയ കയ്യാങ്കളിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സിവിൽ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ളതുമാണ്. ശാശ്വതമായ ഒരു പരിഹാരം കാണാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ വൈദികർ അവിടെ നിന്ന് പുറത്തിറങ്ങുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ വൈദികരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ അതിരൂപതയിലെ മുഴുവൻ വൈദികരും വിശ്വാസികളും ഈ അതിമെത്രാസന മന്ദിരത്തിൻ്റെ മുൻപിലുണ്ട്. അപ്പോൾ തീർച്ചയായും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള കൂരിയ മെമ്പേഴ്സിനെ വെച്ച് ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. ഈ കൂരിയ മെമ്പേഴ്സിനെ എത്രയും വേഗം ഇവിടെ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കിയാൽ മാത്രമേ സിനഡ് പിതാക്കന്മാരെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഒരു ചർച്ചയ്ക്ക് പോലും ഞങ്ങൾ തയ്യാറാവുകയുള്ളൂ. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് തത്സമയം. അർജുൻ മട്ടന്നൂർ, ഗുഡ് മോർണിംഗ് അർജുൻ. വൺസ് അഗെയിൻ, കൈവിട്ടുപോയ കയ്യാങ്കളിയാണോ അതും ബിഷപ്പ് ഹൗസിൽ പ്രാർത്ഥനാ സമയത്ത് ഇതേപോലെ ഒരു കയ്യാങ്കളിയൊക്കെ കാണുന്നത് വിശ്വാസി സമൂഹത്തെ വല്ലാതെ നാണം കെടുത്തുകയോ അവരൊക്കെ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരുന്നൊരു സാഹചര്യമാണോ ഉണ്ടായിരിക്കുന്നത്? എന്താണ് പ്രതിഷേധിച്ച അംഗങ്ങൾ പറയുന്നത്? ഈ കുരിയ അംഗങ്ങൾ അവരുടെ പ്രതികരണം എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അവർ ഭരണസമിതിയിലുണ്ടോ ഇപ്പോൾ? അരുൺകുമാർ, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ കുർബാന തർക്കം ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ നടന്നത് ഇപ്പോൾ ഈ സെന്റ് തോമസ് മൗണ്ടിൽ സിനഡ് സമ്മേളനം പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെയാണ് എറണാകുളം ബസലിക്കയിൽ ഈ വിമത വിഭാഗം വൈദികർ 21 വൈദികർ ഈ ബസലിക്കയിലേക്ക് കയറുകയും അവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രാർത്ഥനാ യജ്ഞം തുടങ്ങുകയും ചെയ്തത്. അതിന് കാരണമായ കാര്യം, അതായത് നേരത്തെ നിരവധി പള്ളികളിൽ ഈ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായ മാർ ബോസ്കോ പുത്തൂർ പകരം അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിക്കുകയും വൈദികർക്ക് കൂടുതൽ അധികാരങ്ങളില്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഇവിടെ തുടങ്ങിയത്. അതേസമയം വിമതർ പറയുന്നത് ഇത്തരത്തിൽ നിരവധി കേസുകളിൽ മറ്റും ഉൾപ്പെട്ട ആളുകളാണ് ഈ കൂരിയ അംഗങ്ങൾ. അവരാണ് ഈ രൂപതയുടെ ഭരണസമിതിയിലുള്ളത്. അവരുമായി ചർച്ച നടത്താൻ കഴിയില്ല എന്നൊരു നിലപാടാണ് എടുത്തത്. ഇന്നലെ വൈകിട്ടാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സംഘർഷമുണ്ടായത്. അതായത് 21 വിമത വൈദികർ അവിടെ എത്തി പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രാർത്ഥനാ യജ്ഞം
തുടങ്ങി. അതേസമയം അവരെ അനുകൂലിച്ച് നിരവധി ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്ന നിരവധി ആളുകളും അങ്ങോട്ടേക്ക് എത്തി. അതോടൊപ്പം തന്നെ ഔദ്യോഗിക വിഭാഗം, അതായത് ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന വിഭാഗവും അങ്ങോട്ടേക്ക് എത്തി. അവിടെ വെച്ച് അവർ വാക്കേറ്റവും അത് പിന്നെ കയ്യാങ്കളിയിലേക്കും എത്തുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തിയാണ് ഈ പ്രതിഷേധവും ഈ പറയുന്ന കയ്യാങ്കളിയും അവസാനിപ്പിച്ചത്. ഇപ്പോഴും പ്രതിഷേധം അവിടെ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെയാണ് സിനഡ് അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷവും സ്വീകരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും വലിയ പ്രതിഷേധം തുടരുന്നുണ്ട്. അരുൺകുമാർ, പ്രതിഷേധമുണ്ട്, കയ്യാങ്കളിയും സംഘർഷമൊന്നും ഇപ്പോൾ ഇല്ലല്ലോ അല്ലേ അർജുൻ മട്ടന്നൂർ? അരുൺകുമാർ, നിലവിൽ ഇപ്പോൾ കയ്യാങ്കളിയും സംഘർഷവുമില്ല. ഇന്നലെ വൈകിട്ടാണ് ഇരുവിഭാഗം വിശ്വാസികളും നേർക്കുനേരെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായത്. ഒരു ഭാഗത്ത് സിനഡ് യോഗം പുരോഗമിക്കുമ്പോൾ തന്നെ വിമതർ ഇപ്പുറത്ത് മറ്റൊരു തരത്തിൽ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന വിശ്വാസികൾ കൂടി അങ്ങോട്ട് എത്തിയതോടുകൂടിയാണ് ഇത്തരത്തിൽ ഇരുവിഭാഗം വിശ്വാസികൾ തമ്മിൽ നേർക്കുനേർ നിന്ന് വാക്കേറ്റവും പിന്നീട് അത് കയ്യാങ്കളിയും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസ് എത്തി ഈ വിഭാഗം വിശ്വാസികളൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവിടെ ഈ പ്രാർത്ഥനായജ്ഞം തുടരുന്നുണ്ട്. പക്ഷേ മറ്റ് കയ്യാങ്കളിയോ മറ്റ് സംഘർഷമോ നിലവില്ല. പക്ഷേ ഈ ഇത്തരത്തിൽ ഇതിൽ പ്രധാനപ്പെട്ട ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ സിവിൽ നിയമങ്ങളും മറ്റും ലംഘിച്ച് വൈദികരെ സസ്പെൻഡ് ചെയ്ത നടപടി ഈ മാർ ബോസ്കോ പുത്തൂർ പിൻവലിക്കും വരെ പ്രതിഷേധം തുടരും എന്നാണ് വിമതർ അറിയിക്കുന്നത്. അരുൺകുമാർ, കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇവരോട് പൊറുക്കേണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ഒരു ചെറിയ ഇടവേളയ്ക്ക് പോകാം. വിശ്വാസ സമൂഹത്തിലെ ചില ആളുകളെ വല്ലാതെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്.